ടീച്ചേഴ്സ് ഫ്രം ഹാർട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്ന ലെക്റ്റീവ് പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗത്തിൽ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇസ് ദ സിമുലേഷൻ ഓഫ് ഹ്യൂമൻ ഇൻ്റലിജൻസ് പ്രോസസ്സസ് ബൈ മെഷീൻസ്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സിസ്റ്റംസ്. അതായത് നമ്മളുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ മെഷീൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക, മെഷീൻസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഹ്യൂമൻസ് പെരുമാറുന്ന രീതിയിൽ ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹ്യൂമൻസ് പെരുമാറും, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഹ്യൂമൻസ് ഉണ്ടാക്കും, അതൊക്കെ മെഷീൻസിനെ വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മെഷീൻ ലേണിംഗ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് മെഷീൻ ലേണിംഗ്. Machine learning is an automated learning with little or no human intervention. It involves programming computer so that they learn from the available input. The main purpose of machine learning is to learn from the previous data and make predictions on new input data. അപ്പോൾ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോമേറ്റഡ് ലേണിംഗ് ആണ്. അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇൻ്റർവെൻഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇത് മെഷീൻ ലേണിംഗ് എന്ന് വെച്ചാൽ മെഷീൻസിനെ പ്രോഗ്രാം ചെയ്യിക്കാം. അപ്പോൾ കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ട് അവ ഓരോന്ന് ലേൺ ചെയ്യും, സോ ദാറ്റ് ദേ ക്യാൻ ലേൺ ഫ്രം ദ അവൈലബിൾ ഇൻപുട്ട്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ കുറേ പ്രീവിയസ് ഡാറ്റ അവൈലബിൾ ആണ്. ആ ഡാറ്റ വെച്ച് നമുക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്രിക്കറ്റ് കാണുന്ന കുട്ടികളായിരിക്കും നിങ്ങൾ. ഇപ്പോൾ ക്രിക്കറ്റിൽ 10th ഓവറിൽ ഇത്ര സ്കോർ, 15th ഇത്ര സ്കോർ, 25th ഓവറിൽ ഇത്ര സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവർ പ്രെഡിക്റ്റ് ചെയ്യും 50th ഓവർ ആകുമ്പോഴത്തേക്ക് ഏകദേശം റൺ റേറ്റ് ഇത്രയും ആകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യും. ഒരു ഗ്രാഫൊക്കെ വരച്ച് കാണിക്കൂലേ, അത് തന്നെയാണ് മെഷീൻ ലേണിംഗ്. ദ മെയിൻ പർപ്പസ് ഓഫ് മെഷീൻ ലേണിംഗ് ഇസ് ടു ലേൺ ഫ്രം ദ പ്രീവിയസ് ഡാറ്റ. ഇപ്പം നമുക്ക് അവൈലബിൾ ആയ ഡാറ്റ പഠിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പം അവൈലബിൾ ഡാറ്റ, ഇപ്പോൾ കുറച്ച് ഇൻപുട്ട് ഉണ്ട്, കുറച്ച് സെറ്റ് ഓഫ് ഇൻപുട്ട് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഇൻപുട്ട് വെച്ച് നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യിക്കും. ഈ സെറ്റ് ഓഫ് ഇൻപുട്ടിൽ പെടാത്ത മറ്റൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻസ് എങ്ങനെയായിരിക്കും പ്രെഡിക്റ്റ് ചെയ്യുക ഓൺ ന്യൂ ഇൻപുട്ട് ഡാറ്റ. അതിനെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ദ ഇൻപുട്ട് ടു എ ലേണിംഗ് അൽഗോരിതം ഇസ് ട്രെയിനിങ് ഡാറ്റ റെപ്രസെൻറ്റിംഗ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യും, റോ ഡാറ്റാസ് കൊടുത്ത്, പലതരം ഡാറ്റാസ് കൊടുത്ത് മെഷീനെ ട്രെയിൻ ചെയ്യും. അപ്പോൾ ആ ട്രെയിനിങ് വെച്ചിട്ട് മെഷീൻ വേറൊരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യും. ഇപ്പം നമ്മളൊരു കാര്യത്തിൽ നമ്മളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അതേപോലെ മെഷീൻസ് ഓൾറെഡി കൊടുത്തിട്ടുള്ള ഇൻപുട്ടിൽ മെഷീൻസ് ട്രെയിൻഡ് ആണ്. ഈ ഇൻപുട്ട് സെറ്റിൽ അല്ലാത്ത മറ്റൊരു ഇൻപുട്ട് കൊടുത്താൽ മെഷീൻ എങ്ങനെ ബിഹേവ് ചെയ്യും, അതിനെയാണ് റെപ്രസെൻറ്റിങ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഇൻപുട്ട് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, മെഷീനിലേക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ കൊടുത്ത് മെഷീൻസിനെ ട്രെയിൻ ചെയ്യിക്കും. ആ സെറ്റ് ഓഫ് ഡാറ്റ ന്യൂമറിക്കൽ ഡാറ്റ ആവാം, ടെക്സ്റ്റുവൽ ഡാറ്റ ആവാം, ഓഡിയോ, വിഷ്വൽ ഓർ മൾട്ടിമീഡിയ, അങ്ങനെ എന്ത് ഡാറ്റാസ് വേണമെങ്കിലും ആകാം. എന്ത് ഡാറ്റ കൊടുത്തിട്ടും നമുക്ക് മെഷീൻസിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആട്ടോ, അതിലൊരു ഡൗട്ടും ഇല്ല. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിംഗ്. ഇപ്പോൾ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളുടെ എക്സ്പീരിയൻസിനെ നമ്മൾ നോളേജായിട്ട് കൺവേർട്ട് ചെയ്യും. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എക്സ്പീരിയൻസ് ഇൻ ടു നോളേജ്, അതിനെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിങ് എക്സ്പീരിയൻസ് ഇൻ ടു നോളേജ്. ഇനി ലേണിംഗ് മെയിനായിട്ട് 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗും ഉണ്ട്. അപ്പം അത് 4 ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. In supervised learning, learning data comes with descriptions, labels or desired output. Label ഉള്ള ഡാറ്റേനെ നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയും. This kind of learning data is called labeled data. The learned rule is then used to label new data with unknown inputs. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു മെഷീനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കാറ്റിൻ്റെ ഒരു 50 പടം കൊടുത്തിട്ടിട്ട് ആ 50 പടം കാണിച്ച് മെഷീനെ ട്രെയിൻ ചെയ്തു. അപ്പോൾ മെഷീന് ഏകദേശം ഒരു കാറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ മനസ്സിലായി. അതുകൂടാതെ ഒരു ഡോഗിൻ്റെ 50 പടവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡോഗിൻ്റെ 50 പടവും നമ്മൾ എന്ത് ചെയ്തു,
ഈ മെഷീനെ ട്രെയിൻ ചെയ്യിച്ചു. അതായത് ലേബിൾ ഉണ്ട്, ഓരോ പടത്തിനും ഓരോ ലേബിൾ ഉണ്ട്. ഫസ്റ്റ് കാറ്റിൻ്റെ പടം കൊടുക്കുമ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബിൾ ചെയ്തിട്ടാണ് ഈ മെഷീനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇപ്പം നാളെ ഈ 50 കാറ്റിൽ പെടാത്തൊരു തരം കാറ്റിനെ നമ്മൾ മെഷീന് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ കൃത്യമായിട്ട് കാറ്റാണെന്ന് ലേബിൾ ചെയ്യണം. അതിനെയാണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറയുന്നത്. The learned rule is then used to label new data with unknown outputs. അപ്പം ഒന്നുകൂടി പറയാം, സൂപ്പർവൈസ് ലേണിംഗ് എന്താണ്? ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ലേബിൾ ഉള്ള ഡാറ്റേനെയാണ് സൂപ്പർവൈസ്ഡ്. അങ്ങനെയാണെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് എന്തായിരിക്കും? ലേബിൾ ഇല്ലാത്ത ഡാറ്റ. ലേബിൾ ഉള്ള ഡാറ്റയെ സൂപ്പർവൈസ് ലേണിംഗ് എന്നും ലേബിൾ ഇല്ലാത്തതിനെ അൺസൂപ്പർവൈസ്ഡ് എന്നും പറയും. അപ്പോൾ ലേബിൾ ഉള്ള ഡാറ്റേനെ നമ്മൾ ലേബിൾ ഡാറ്റ എന്ന് വിളിക്കും. ഈ ഒരു ലേണിങ്ങിനെയാണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റൂൾ എന്താണ്? ദ ലേൺ റൂൾ ഇസ് ദെൻ യൂസ്. അപ്പോൾ നമ്മൾ കുറേ ലേബിളൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇതിനെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ലേൺഡ് റൂൾ യൂസ് ചെയ്തിട്ട് ദ ലേൺ റൂൾ ഇസ് ദെൻ യൂസ് ടു ലേബിൾ ന്യൂ ഡാറ്റ വിത്ത് അൺനോൺ ഔട്ട്പുട്ട്സ്. പുതിയ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്ന് നോക്കുക. അതിനെയാണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഇൻപുട്ട് ഡാറ്റ കുറേ ആപ്പിളിൻ്റെ പിക്ചേഴ്സാണ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓരോ ആപ്പിൾ കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദീസ് ആർ ആപ്പിൾസ് എന്ന് പറഞ്ഞ് ഈ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് ഇൻപുട്ട് ഓരോ ആപ്പിൾ കൊടുത്ത് ഒരു 3 ഒരു 10, 50, 100 കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് ഇതിനെ ആപ്പിൾസ് ആണെന്ന് പറഞ്ഞ് മോഡലിനെ ട്രെയിൻ ചെയ്യിച്ചു. എന്നിട്ട് നമ്മൾ പുതിയൊരു ആപ്പിൾ, ഈ ഒരു സെറ്റിൽ പെടാത്ത മറ്റൊരു ആപ്പിളിൻ്റെ പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ ഇത് പ്രെഡിക്റ്റ് ചെയ്യണം. ഇറ്റ്സ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞ് ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് സൂപ്പർവൈസ് ലേണിംഗ്. ലേബിൾ ഉണ്ട് അല്ലേ. ഇനി അപ്പോൾ സൂപ്പർവൈസ് ലേണിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്താണ്? അൺസൂപ്പർവൈസ് ലേണിംഗ് ഇവിടെ നോക്കി കുറേ ഇൻപുട്ട് ഡാറ്റ ഉണ്ട് അല്ലേ. ഈ ഡാറ്റക്കൊന്നും ലേബിളില്ല. നമ്മൾ ഇവിടെ കൊടുത്തപ്പോൾ ലേബിളും കൂടി ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ ലേബിളൊന്നും കൊടുക്കുന്നില്ല. കുറച്ച് ആപ്പിളിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, കുറച്ച് ബനാനയുടെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ എന്ത് ചെയ്യും? ആപ്പിളിനെയും ബനാനയും തിരിച്ചറിയാൻ പറ്റണം. ഓക്കെ, അതിനാണ് അൺസൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർവൈസ് ലേണിംഗ് is commonly used in real world applications such as face and speech recognition, product or movie recommendation, etc. അതായത് ഇപ്പോൾ ഒരു ഫേസ് റെക്കഗ്നീഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു മോഹൻലാലിൻ്റെ പിക്ചേഴ്സ് കാണിച്ച് ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, മോഹൻലാലിൻ്റെ പല മൂവീസിലുള്ള പിക്ചേഴ്സൊക്കെ കാണിച്ച് ഇപ്പോൾ ഒരു 100 മൂവിയിലുള്ള പിക്ചേഴ്സ് കാണിച്ച് മോഡലിനെ ട്രെയിൻ ചെയ്തെടുത്തു. നാളെ ഈ 50 മൂവീസിലല്ലാത്ത മോഹൻലാലിൻ്റെ ഒരു സെൽഫി കൊടുത്തു കഴിഞ്ഞാൽ ഈ മോഡൽ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് മോഹൻലാലാണെന്ന്. ഓക്കെ, അതാണ് ഫേസ് റെക്കഗ്നീഷൻ. സിമിലർലി സ്പീച്ചും നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. ഓഡിയോ ക്ലിപ്സ് കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്ട്സ്, മൂവി, ഇതെല്ലാം വെച്ച് നമുക്ക് മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇനി സൂപ്പർവൈസ് ലേണിംഗ് വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് റിഗ്രഷനും ഒന്ന് ക്ലാസിഫിക്കേഷനും. Regression trains on and predicts a continuous valued response. For example, predicting real estate prices. അങ്ങനെ കണ്ടിന്യൂസ് വാല്യൂഡ് ആയിട്ടുള്ള റെസ്പോൺസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ക്ലാസ് ലേബിൾ സച്ച് ആസ് അനലൈസിങ് പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ പേഴ്സൺ. അതായത് ഫോർ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ ഞാൻ പറയാം. ഇപ്പം നമ്മൾ കുറേ മെയിലിൻ്റെ പിക്ചർ കാണിച്ചിട്ട് സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഇതൊരു മെയിലാണ്. ഇനി വേറൊരു ഇത് കൊടുത്തിട്ട് ഫീമെയിലിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് പിന്നെ മെയിലിനെ ഫീമെയിൽ. ഇപ്പം ചില സമയത്ത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഫീമെയിലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. കുറേ പിക്ചേഴ്സ് കാണിച്ച് ഫീമെയിലിൻ്റെ പല സമയത്തുള്ള, അപ്പോൾ കുക്കിംഗ് ചെയ്യണ, വാഷ് ചെയ്യണ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന, അങ്ങനെ കുറേ പിക്ചേഴ്സൊക്കെ കാണിച്ച് ഫീമെയിൽസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മെയില് ഒരു കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിലിൻ്റെ പിക്ചർ കാണിച്ചാൽ ചിലപ്പോൾ ഈ മോഡൽ റോങ്ലി ഐഡൻറ്റിഫൈ ചെയ്യാം ദാറ്റ്സ് എ ഫീമെയിൽ. ബിക്കോസ് സിസ്റ്റത്തിന് മനസ്സിലാക്കണേ കുക്ക് ചെയ്യണ കൂടുതലും ഫീമെയിലിൻ്റെ പിക്ചേഴ്സ് കാണിച്ചുകൊണ്ട് സിസ്റ്റം ചിലപ്പോൾ തെറ്റായിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റ്സ് ടു ഫൈൻഡ് ദ അപ്രോപ്രിയേറ്റ് ക്ലാസ് ലേബിൾ. കറക്റ്റായിട്ട് ക്ലാസ് ലേബിൾ കണ്ടുപിടിക്കാനാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് അൺസൂപ്പർവൈസ് ലേണിംഗ് എന്താണെന്ന് നോക്കാം. അപ്പം നേരത്തെ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചിരുന്നു, സൂപ്പർവൈസ് ലേണിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് അൺസൂപ്പർവൈസ് ലേണിംഗ്. അതായത് ലേബിൾ ഉണ്ടാവില്ല, ലേബിൾ ഡാറ്റ ഉണ്ടാവില്ല. സൂപ്പർവൈസ് ലേണിംഗിൽ ലേബിൾ ഡാറ്റ ഉണ്ടെങ്കിൽ ഹിയർ ദർ ഇസ് നോ ലേബിൾ ഡാറ്റ.
ഇവിടെ when learning data contains only some indication without any description or label. ലേബിളും ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് കുറച്ച് ഡാറ്റ മാത്രമായിരിക്കും. It is up to the algorithm to discover hidden patterns or to determine how to describe the data. This kind of learning data is called unlabeled data. അപ്പോൾ ഈ അൽഗോറിതം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡാറ്റനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുക തീരുമാനിക്കുക അൽഗോറിതംസ് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ലേബിൾസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നോ ലേബിൾസ്. ഇവിടെ എന്തെങ്കിലും ലേബിൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇത് നോക്കിയിട്ട് കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതിനെ കാറ്റഗറൈസ് ചെയ്യും. കണ്ടോ, ഇപ്പോൾ ബേർഡ്സിന് എല്ലാം വിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ 2 ലെഗ്സ് ഉണ്ട്, അങ്ങനെ ഇത് കാറ്റഗറൈസ് ചെയ്യും. എന്നിട്ട് ബേർഡ്സിന് എന്ത് ചെയ്യും, ഒരു കാറ്റഗറി ആക്കി മാറ്റും. ഓക്കെ, ഇതിനെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. ലേബിളൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ ഫീച്ചേഴ്സ് കണ്ടിട്ട് ഇതിനെ തരംതിരിക്കും. കണ്ടോ, ഇങ്ങനെ ഡോഗ്സിനെ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ചു, അതേപോലെ ഫിഷസിൻ്റെ സെക്ടറിൽ പെട്ടതിനെ മറ്റൊരു കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇതിനെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെയും അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെയും ഇടയിലുള്ള ആളാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റയിൽ കുറച്ചൊക്കെ ലേബിൾഡ് ആയിരിക്കും, കുറച്ച് ലേബിൾഡ് അല്ലായിരിക്കും. അങ്ങനെ വരുന്നതിനാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇഫ് സം ലേണിംഗ് സാമ്പിൾസ് ആർ ലേബിൾഡ് ബട്ട് സം അതർ ആർ നോട്ട് ലേബിൾഡ്, then it is semi supervised learning. It makes use of a large amount of unlabeled data for training and a small amount of labeled data for testing. അപ്പോൾ നമ്മൾ പറഞ്ഞു ലേബിൾഡ് ഡാറ്റയും ഉണ്ടാവും, അൺലേബിൾഡ് ഡാറ്റയും ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൂടുതലും അൺലേബിൾഡ് ഡാറ്റയാണ് ട്രെയിനിങ്ങിന് കൊടുക്കുന്നത്, കുറച്ച് ലേബിൾ ഡാറ്റ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ 2 പ്രോസസ്സ് ഉണ്ട്, ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും. ആദ്യം ഈ നമ്മൾ കൊടുക്കുന്ന, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ 50 പിക്ചർ ഉപയോഗിച്ച് മോഡലിനെ ട്രെയിൻ ചെയ്തു, 51ാമത്തെ പിക്ചർ ഉപയോഗിച്ച് മോഡലിനെ ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ട്രെയിനിങ്ങും ടെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ അൺലേബിൾഡ് ഡാറ്റയാണ് കൂടുതലും ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നത്, ലേബിൾ ഡാറ്റ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയേക്ക് കൊടുക്കുന്നത്. കണ്ടോ, സെമി സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്. കണ്ടോ, ലേബിൾഡ് ഡാറ്റ സെറ്റ് കുറവായിരിക്കും, അൺലേബിൾഡ് ഡാറ്റ സെറ്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടായിരിക്കും മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത്. ML മോഡൽ എന്ന് പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് മോഡൽ. ഇപ്പോൾ സ്യൂഡോ ലേബിൾഡ് ഡാറ്റ, ഇപ്പോൾ കണ്ടോ, ലേബിൾ ഡാറ്റേനെയും കൊടുത്ത് അൺലേബിൾ ഡാറ്റേനെയും മോഡലിന് കൊടുത്തു. പക്ഷെ എന്ത് ചെയ്ത്, ഈ ലേബിൾ ഡാറ്റയുടെ ഇൻഫോർമേഷൻ വെച്ചിട്ട് അൺലേബിൾ ഡാറ്റയ്ക്കും നമ്മൾ ലേബിൾ കൊടുത്തു ഇവിടെ. അതായത് ലേബിൾ ഡാറ്റ, ഓരോ ഡാറ്റയ്ക്കും ഒരു ലേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ വരുന്ന ലാർജ് എമൗണ്ട് ഓഫ് അൺലേബിൾ ഡാറ്റ സെറ്റിനെ ലേബിൾ ചെയ്യാൻ മോഡൽ ശ്രമിച്ചു. അങ്ങനെ സ്യൂഡോ ലേബിൾഡ് ഡാറ്റ സെറ്റ് ക്രിയേറ്റഡ് ആയി. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ML മോഡൽ. ഈ ML മോഡൽ ട്രെയിൻഡ് ഓൺ ലേബിൾഡ് പ്ലസ് സ്യൂഡോ ലേബിൾഡ് ഡാറ്റ സെറ്റ്. 2 ലേബിൾ ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഫൈനൽ മോഡലിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു. അടുത്തത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഞാൻ അടുത്തൊരു വീഡിയോയുടെ ടോപ്പിക്കായിട്ട് ഇടാം കേട്ടോ. സോ വീഡിയോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിടുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ കോളേജ് ഗ്രൂപ്പ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ.